കോൺഗ്രസിൽ അടുത്ത പ്രധാനമന്ത്രി ആരാകും എന്ന ചർച്ച തുടങ്ങിയിട്ട് ദിവസങ്ങളായി. രാഹുൽ ഗാന്ധി യുവാക്കൾക്കിടയിൽ താരമാണ്. അതുകൊണ്ട് തന്നെ രാഹുലിനെ നിർത്താനാണ് പലരും നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും എത്തിയിരിക്കുകയാണ്. ഈ പൊതു തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി BJPയെ പരാജയപ്പെടുത്തിയാൽ പ്രധാനമന്ത്രിയാകാൻ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുമെന്നാണ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപ് 2 ഭാരത് ജോഡോ യാത്രകൾ നയിച്ച രാഹുൽ ഗാന്ധി മോദിക്കെതിരെ നേരിട്ട് ആക്രമണം നടത്തുന്നതിൽ മടി കാണിച്ചില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രധാനമന്ത്രിയാകാൻ രാഹുൽ ഗാന്ധിയാണ് എന്റെ ചോയ്സ്. അദ്ദേഹം യുവാക്കളെയും രാജ്യത്താകമാനം പ്രതിനിധീകരിക്കുന്നുവെന്നാണ് ഖാർഗെയുടെ വാക്കുകൾ. അതേസമയം ഇന്ത്യ ബ്ലോക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള യാഥാർത്ഥ്യ ബോധമുള്ള സമവായ സ്ഥാനാർത്ഥിയായാണ് രാഹുൽ ഗാന്ധിയെ പലരും കാണുന്നത്. നേരത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ചോദ്യത്തിൽ പ്രതികരിക്കാൻ ഖാർഗെ വിസമ്മതിച്ചിരുന്നു. ഇന്ത്യ ബ്ലോക്ക് വിജയിച്ചാൽ മാത്രമേ പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കൂ എന്നും ആ സ്ഥാനത്തേക്കുള്ളവരെ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനിടെ പ്രിയങ്ക ഗാന്ധിയോട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അരങ്ങേറ്റം നടത്താനായി താൻ പ്രേരിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. തുടർച്ചയായ 5 വിജയങ്ങൾക്ക് ശേഷം സോണിയാഗാന്ധി ഒഴിഞ്ഞ പാർട്ടി കോട്ടയായ റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ സഹോദരനു വേണ്ടി മാറി നിൽക്കാനും പകരം പ്രചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമായിരുന്നു പ്രിയങ്കയുടെ താല്പര്യമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തന്റെ പേര് ഉയർത്തിക്കാട്ടുന്നത് അദ്ദേഹം നിരുത്സാഹപ്പെടുത്തി. എന്റെ പേര് ഞാൻ എങ്ങനെ നിർദ്ദേശിക്കും? അത് പാർട്ടിയാണ് തീരുമാനിക്കുക. ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അത് തീരുമാനിക്കും. 2004-ലും 2009-ലും ഈ പ്രക്രിയ നടന്നിട്ടുണ്ട് എന്നും ഖാർഗെ വ്യക്തമാക്കുന്നുണ്ട്. വോട്ടെടുപ്പിന്റെ അവസാന ദിവസമായ ഇന്ന് ഇന്ത്യ മുന്നണി അനൗപചാരിക യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സഖ്യത്തിലെ അംഗങ്ങളുമായുള്ള ഏകോപനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഖാർഗെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഈ തിരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുമെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലും പറഞ്ഞിരുന്നു. BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന് നരേന്ദ്രമോദിക്ക് വ്യക്തമായിട്ടുണ്ടെന്നും അതിനാലാണ് മോദി 2014-നും 2019-നും വിഭിന്നമായി 206 റാലികൾ നടത്തിയത് എന്നും ഖാർഗെ ചൂണ്ടിക്കാട്ടി. ജൂൺ 4-ന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രധാനമന്ത്രിക്ക് അറിയാമെന്നും അതിനാലാണ് അദ്ദേഹം ഭയപ്പെടുന്നതെന്നും ഖാർഗെ പറഞ്ഞിരുന്നു. 18ാം ലോക്സഭയിലേക്കുള്ള ഈ തിരഞ്ഞെടുപ്പ് ദീർഘകാലം ഓർമ്മിക്കപ്പെടും. കാരണം ഈ തിരഞ്ഞെടുപ്പിൽ ജാതി, മതം, പ്രദേശം, ലിംഗ, ഭാഷ എന്നിവ മറന്ന് ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാൻ രാജ്യത്തെ ഓരോ പൗരനും ഒരുമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.